എല്ലാവർക്കും നമസ്കാരം. ഇത് ചീര അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ചുവന്ന ചീരയാണ്. ചീര കൊണ്ട് നമുക്കൊരു കൂട്ടാൻ വയ്ക്കാം. നമുക്കൊക്കെ വീട്ടിൽ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു കൂട്ടാൻ. ഇതിനായിട്ട് ഒരു പ്രഷർ കുക്കറിൽ നമ്മൾ കുറച്ച് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതായത് പരിപ്പും മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ വേവിച്ച പരിപ്പിനകത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ ഈ ചീരയിൽ നമ്മൾ പരിപ്പിൻ്റെ ഒപ്പം ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ചീര ഇലയും നമ്മൾ വേവിച്ചെടുക്കണം. അതിനായിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അടുപ്പെന്ന് കത്തിക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മതി ഈ ഒരു ചീര ഇല പെട്ടെന്ന് വെന്ത് വരാനായിട്ട്. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കുക. അരപ്പെന്ന് പറയുമ്പോൾ നമ്മൾ നാളികേരം എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഈ അരപ്പ് നമ്മൾ ഈ ഒരു കൂട്ടാനകത്തേക്ക് ചേർത്ത് ഇളക്കിയെടുത്താൽ നമ്മളുടെ ചീരക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ അരയ്ക്കേണ്ട സമയത്ത് ഈ ഒരു തേങ്ങ നന്നായിട്ട് അരഞ്ഞു വരണം, ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ ഒരു ചീര വെന്ത ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു അരപ്പ് ഈ ഒരു കൂട്ടാനകത്തേക്ക് ചേർക്കാനായിട്ട് പാടുള്ളൂ. ഇവിടെ നമ്മൾ ചേർത്ത അരപ്പിൻ്റെ അളവ് കുറച്ച് കുറവായതുകൊണ്ട് ഒരു തേങ്ങ കൂടി നമ്മൾ ചിരവിയിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഈ അരപ്പ് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ആ കൂട്ടാൻ തിളച്ച് വരുന്ന സമയത്ത് മാത്രം അടുപ്പ് എടുക്കുക. ഇനി നമുക്ക് കുറച്ച് വറവിടാം. അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ചേർത്തിട്ടുണ്ട്, മുളക് ചേർത്തിട്ടുണ്ട്, കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. വറവ് കൂടി കൂട്ടാനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ചീരക്കറി റെഡി ആയിട്ടുണ്ട്. ഒത്തിരി സമയമൊന്നും വേണ്ട, ഒരു 15-20 മിനിറ്റ് ധാരാളം മതി നാടൻ ചീരക്കറി വെക്കാനായിട്ട്. വീണ്ടും കാണാം പുതിയ കാഴ്ചകളുമായിട്ട്. എനിക്ക് റെസിപ്പി കിട്ടിയ സ്ഥലം പറയട്ടെ, നെല്ലുവായിലുള്ള ധന്വന്തിരി ആയുർവേദ ഭവനിൽ.